വെൽക്കം ടു ഓൾ. ഐ ആം സതീഷ് കുമാർ. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോളിടെക്നിക്കിന്റെയും ബിടെക്കിന്റെയൊക്കെ തേർഡ് സെമസ്റ്ററിലെ മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ലാബിനകത്തുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. മറ്റൊന്നുമല്ല, ഓംസ് ലോ ആണ്. അപ്പം ഈ കഥാപാത്രത്തിന് നിങ്ങൾക്ക് അറിയാവുന്ന കരുതുന്നു. ഇദ്ദേഹത്തിന്റെ പേര് ജോർജ് സൈമൺ ഓം എന്നാണ്. ഓം നിയമം കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. അപ്പോൾ നമുക്ക് ഓം നിയമത്തിലേക്ക് പോകാം. ആദ്യം അതെന്താണെന്ന് നോക്കാം. ഓംസ് ലോ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിനകത്തുള്ള വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് ഇവയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇനി എന്താണ് ഓംസ് ലോ? ഒരു കണ്ടക്ടറിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഒരു സർക്യൂട്ടിലെ കണ്ടക്ടറിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് അതിനകത്തൂടെ പോകുന്ന വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലും നേരനുപാതത്തിലും അതിലുള്ള റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിൽ, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലും ആയിരിക്കും. അതായത് വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും, വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കുറയും. അതുപോലെ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും, റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഒരു സെന്റൻസ് പറയുന്നുണ്ട്, പ്രൊവൈഡഡ് ദ ടെമ്പറേച്ചർ ആൻഡ് ദ അതർ ഫിസിക്കൽ കണ്ടീഷൻസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഇത് ഒരു പൂർണ്ണമായിട്ടും ഒരു നല്ല രീതിയിൽ അതിനെ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇരിക്കുന്തോറും എന്നതാണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിന് ഹീറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ഫിസിക്കൽ കണ്ടീഷൻസ് എപ്പോഴും ക്ലിയർ ആയി നിൽക്കണമെന്നൊന്നുമില്ല. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ സ്റ്റേറ്റ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇനി അതിന്റെ ഒരു ട്രയാങ്കിൾ മെത്തേഡ് ഉണ്ട്. ഓംസ് ലോ ട്രയാങ്കിൾ ഉണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഈ പറയുന്ന സാധനങ്ങള് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആണെന്നും ഐ എന്ന് പറയുന്ന കറണ്ട് ആണെന്നും ആർ എന്ന റെസിസ്റ്റൻസും ആണ്. വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. ആ ട്രയാങ്കിൾ നോക്കാം. ഈ ട്രയാങ്കിൾ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ തന്നെ ഏകദേശം കാര്യങ്ങൾ കിട്ടും. വി ഏറ്റവും മുകളിൽ, ഐ ലെഫ്റ്റില്, ആർ റൈറ്റില്. അപ്പൊ വി താഴെ വരയിട്ട് താഴെ കട്ട് ചെയ്തിട്ട് ഐയും ആർ നേരെ വരുന്നതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ വരുന്നത് ഡിവൈഡ് ചെയ്യുക. അപ്പൊ വി വേണമെങ്കിൽ ഐ ഇൻറ്റു ആർ, ആർ വേണമെങ്കിൽ വി ബൈ ഐ വേണമെങ്കിൽ വി ബൈ ആർ. ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ ഒരു പടം നമ്മൾ ഓർമ്മ ഇരുന്നാൽ തന്നെ ഏകദേശം ഓംസ് ലോയെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് അതിന്റെ ഒരു ഇമേജ് കൂടെ നോക്കാം. എങ്ങനെയാണ് ഓംസ് ലോ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇവിടെ നോക്കുക, ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്നും ഒരു വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു പ്രഷർ സോഴ്സ്, ഇലക്ട്രോൺസിന്റെ പ്രഷർ ചെയ്യുന്ന സോഴ്സ് ഒരു പൈപ്പിനകത്തൂടെ ഒരു ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആ മുകളിൽ കയറിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന വലിച്ചിരിക്കുന്ന സാധനം റെസിസ്റ്റൻസ് ആണ്. അവൻ എത്രത്തോളം മുറുക്കുമോ അതുപോലെ കറണ്ടിന് പോകാൻ ഭയങ്കര പാടായിരിക്കും. അതായത് കറണ്ട് ഹൈ ആയിരിക്കും. അതിന്റെ എന്ത് സംഭവിക്കും? അപ്പൊ റെസിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് കറണ്ട് കൂടി വരും. വോൾട്ടേജ് ഇനി അതുപോലെ റെസിസ്റ്റൻസ് ആ കെട്ടങ്ങ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് പോകാൻ ഈസി ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഇത് കെട്ട് എങ്ങനെ ഇരുന്നാലും, അതായത് അതിന്റെ പൈപ്പിന്റെ സൈസ് എങ്ങനെ ഇരുന്നാലും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ആ ഹൈറ്റ്, അതായത് ആ പീക്ക് ഭയങ്കരമായി കൂടിക്കഴിഞ്ഞാൽ കറണ്ട് ഭയങ്കര ഇതായിട്ട് പാസ് ചെയ്തു പോകും. അപ്പൊ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും, വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കുറയും. ഓക്കെ, ഇനി നമുക്കൊരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിലൂടെ തന്നെ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യാം. അല്പം അതിനു മുമ്പ് എന്ത് കമ്പോണൻസ് ആണ് ഇതിന് വേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം വേണ്ടത് ഒരു 0 to 30 വോൾട്ട് DC പവർ സപ്ലൈ ആണ്. ഒരു ചെറിയ ഇമേജ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ വേണ്ടത് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് ആണ്. അത് നമുക്ക് 2 വേണം. ഓക്കെ, ഈ റിയോസ്റ്റാറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, താഴെ 2 കറുത്ത ടെർമിനലുകളും മുകളിൽ വലതുവശത്ത് ഒരു ചുവന്ന ടെർമിനലും ഉണ്ട്. താഴെ കാണുന്നത് 2 ഫിക്സഡ് ടെർമിനലുകളും മുകളിലത്തത് വേരിയബിൾ ടെർമിനലുമാണ്. നമ്മൾ ആ മുകളിൽ കാണുന്ന കറുത്ത ഒരു നീഡില് മുന്നോട്ടും താഴോട്ടും പുറകോട്ടും വേരിയുന്നതനുസരിച്ച് നമ്മുടെ മിനിമം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് വേണ്ടത് ഒരു മൂവിംഗ് കോയിൽ അല്ലെങ്കിൽ DC വോൾട്ട് മീറ്റർ ആണ്. അതിപ്പോ ഞാനിവിടെ 30 പവർ സപ്ലൈ ആയതുകൊണ്ട് തന്നെ ഞാൻ 30 വോൾട്ടിന്റെ വോൾട്ട് മീറ്റർ എടുക്കുന്നു. പിന്നെ വേണ്ടത് ഒരു അമ്മീറ്റർ ആണ്. മൂവിംഗ് കോയിലാണ്, DC അമ്മീറ്റർ ആണ്. അത് നമുക്കൊരു 1 ആംപിയർ, ഞാൻ പവർ സപ്ലൈ 1 ആംപിയറിന്റെ പറഞ്ഞതുകൊണ്ട് 1 ആംപിയർ തന്നെ നമ്മളിവിടെ വെക്കുന്നു. പിന്നെ അത് കണക്ട് ചെയ്യാനുള്ള വയേഴ്സും കൂടെ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് ആ സർക്യൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതെല്ലാം അടുക്കി വെച്ച ശേഷം നമുക്ക് റെഡിൽ കാണിച്ചിരിക്കുന്ന പവർ സപ്ലൈയുടെ പോസിറ്റീവിൽ നിന്നുള്ള സപ്ലൈ അമ്മീറ്ററിന്റെ പോസിറ്റീവിലും അമ്മീറ്ററിന്റെ നെഗറ്റീവിൽ നിന്നും അടുത്ത റെഡ് വയർ നേരെ നമ്മുടെ ഫസ്റ്റ് റിയോസ്റ്റാറ്റിന്റെ താഴത്തെ ഒരു കോമൺ പോയിന്റിലും കൊടുത്തു. ഇനി നമുക്ക് അടുത്തത്
ഫസ്റ്റ് റിയോസ്റ്റാറ്റിന്റെ ഔട്ട്പുട്ടിൽ നിന്നും ഒരു വയർ, അതായത് വേരിയബിൾ പോയിന്റിൽ നിന്നും ഒരു റെഡ് വയർ വന്ന് സെക്കൻഡ് റിയോസ്റ്റാറ്റിന്റെ ഒരു കോമൺ പോയിന്റ്, ഫിക്സഡ് പോയിന്റിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ആ സെക്കൻഡ് റിയോസ്റ്റാറ്റിന്റെ വേരിയബിൾ പോയിന്റിൽ നിന്നും ഒരു ബ്ലാക്ക് വയർ കാണിച്ചിട്ടുണ്ട് നേരെ വന്ന് നമ്മുടെ ഔട്ട്പുട്ട്, നമ്മുടെ പവർ സപ്ലൈയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ആ വോൾട്ട് മീറ്റർ മാത്രം കണക്ട് ചെയ്താൽ മതിയാവും. ആ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ റിയോസ്റ്റാറ്റിന് പാരലായിട്ട്, അതായത് നമ്മളെ റെഡ് വയർ വന്നിരുന്നിടത്ത് വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവും പവർ സപ്ലൈ നെഗറ്റീവിലേക്ക് പോകുന്ന ആ പോയിന്റിൽ നിന്നും വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവും കണക്ട് ചെയ്യുക. നമുക്ക് ഇനി രണ്ട് രീതിയിൽ എക്സ്പെരിമെന്റ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത്, ആദ്യം എന്തായാലും ഇത് ഏത് രീതി ചെയ്താലും രണ്ട് റിയോസ്റ്റാറ്റ് മാക്സിമത്തിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. വോൾട്ടേജ് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഫസ്റ്റ് റിയോസ്റ്റാറ്റ് പതുക്കെ വേരി ചെയ്യുക. വേരി ചെയ്യുമ്പോൾ കാണുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അമ്മീറ്റർ കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ നിൽക്കും. വോൾട്ട് മീറ്റർ കോൺസ്റ്റന്റ് ആയിരിക്കും, അമ്മീറ്റർ ഇങ്ങനെ വേരി ചെയ്ത് വരും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ നോക്കിയാലും ഈ രണ്ടാമത്തെ റിയോസ്റ്റാറ്റിന് V/I എന്ന് പറയുന്ന രണ്ടാമത്തെ റിയോസ്റ്റാറ്റിന്റെ റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും മാറത്തില്ല. അതേസമയം രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് റിയോസ്റ്റാറ്റ് മാക്സിമത്തിൽ വെച്ചിട്ട് രണ്ടാമത്തെ റിയോസ്റ്റാറ്റ് വേരി ചെയ്യുക. വേരി ചെയ്യുമ്പോൾ നമുക്കിവിടെ അൺനോൺ ആണ്. മറ്റേ റിയോസ്റ്റാറ്റിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന വാല്യൂ ആയിരിക്കും ഏകദേശം കിട്ടുന്നത്. അപ്പൊ അൺനോൺ ആണ്. അപ്പൊ റിയോസ്റ്റാറ്റ് കുറച്ച് കാൽഭാഗം വേരി ചെയ്തപ്പോൾ നമുക്ക് ഇപ്പൊ 100 ഓം ആണെങ്കിൽ അത് 75 ഓം ആയിരുന്നു. അപ്പൊ V/I അപ്പൊ കിട്ടുന്ന വോൾട്ടേജും കറണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് V/I = 6 ആയിരിക്കും, 75 ഓം ആയിരിക്കും. പിന്നെ അത് കുറച്ചുകൂടെ വേരി ചെയ്ത് 50 പകുതിയിലെത്തിച്ചപ്പോൾ ഒരു 50 ഓം വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പോൾ കിട്ടുന്ന വോൾട്ടേജ് ബൈ കറണ്ട് എന്ന് പറയുന്നത് 50 ഓം ആയിരിക്കും. പിന്നെ 4 അവസാനം 0 ആയി, വോൾട്ടേജ് 0 ആയി, വോൾട്ടേജ് കുറഞ്ഞ് 0 ആയി. അപ്പൊ V എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് I എത്ര ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇനി നമുക്ക് ടാബുലർ കോളം എങ്ങനെയാണ് നോക്കാം. ഇതിപ്പോ നോക്കണ്ടാ മതിയാ, വോൾട്ടേജ് കറണ്ട് റെസിസ്റ്റൻസ് അത്ര മാത്രമേ ഉള്ളൂ. കുറെ വേരി വരിക. അപ്പോഴുള്ള റെസിസ്റ്റൻസുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അത് 2 പ്രാവശ്യം ഈ ടാബുലർ കോളം എഴുതേണ്ടി വരും. ഞാൻ പറഞ്ഞ 2 മെത്തേഡുകളും ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതിക്കൊള്ളട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിലെത്താം. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീണ്ടും അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.